Boche Gold and Diamonds. Buy now, pay later. മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രന്റെയും മക്കളുടെയും കൊലപാതക കേസ് വിചാരണ അട്ടിമറിക്കാനായി സർക്കാർ പുനരന്വേഷണവും തുടരന്വേഷണവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് മനുഷ്യാവകാശ കേന്ദ്രം സെക്രട്ടറി ജോയ് കൈത്താരത്ത്. 13 വർഷമായി നടക്കുന്ന കേസിലെ പ്രതികളായ VM രാധാകൃഷ്ണനെയും ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു. ജോൺ മത്തായിയുടെ പരാതിയിന്മേൽ ഈ പുനരന്വേഷണം നടത്തണം എന്ന് പറയുന്നത് ചെയർമാൻ കം CMD ആയിട്ടിരിക്കുന്ന MD ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ഇത് ഈ അഴിമതിയും ക്രമക്കേടുകളും നടന്നിട്ടുള്ളത്. മലബാർ സിമന്റ്സിന്റെ ബൈലോയിൽ കൃത്യമായി പറയുന്നുണ്ട്, അതിന്റെ ഡയറക്ട് ബോർഡ് മെമ്പർമാർക്ക് ആർക്കെല്ലാം ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ബൈലോവിന്റെ പ്രസക്ത ഭാഗം നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഇവർ പറയുന്നത് ഇതിവിടെ ഇല്ല എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് ആ ബൈലോ പ്രകാരമല്ല. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ഒന്നും ലാഭകരമല്ല. പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളൊന്നും കേരളത്തിൽ ലാഭകരമല്ല. ഭരിക്കുന്നവരെല്ലാം അവർക്ക് ലാഭം ഉണ്ടാക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇതൊരു വലിയ നിധികുംഭമായി കണ്ട് അവരുടെ കൈയിട്ട് വാരി എടുക്കുന്നതാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. അഴിമതി എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണം മുതൽ മുകൾത്തൽ പരപ്പ് വരെ അടിമുടി മൂടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. UDF ഭരണകാലത്താണ് മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് സാക്ഷികളാവേണ്ട മക്കളെയും കൊലപ്പെടുത്തുകയായിരുന്നു. കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് കൊലപാതകമാണെന്ന് വ്യക്തമാക്കിയതോടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷണ തലപ്പത്ത് നിന്നും മാറ്റി. പിന്നീട് കേസ് അന്വേഷിച്ചവരെല്ലാം കൊലപാതകം ആത്മഹത്യയാക്കാനും തെളിവ് നശിപ്പിക്കാനുമാണ് ശ്രമിച്ചത്. എന്നാൽ കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് ശശീന്ദ്രന്റെ സഹോദരൻ സനൽകുമാർ പറഞ്ഞു. മനുഷ്യാവകാശ പ്രവർത്തകരായ വിളയോടി വേണുഗോപാൽ, ഡേവിഡ് കാഞ്ഞിരത്തിങ്കൽ, ദിനേശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.